ഞാൻ കഴിഞ്ഞ 6 വർഷമായിട്ട് മലബാർ ഗോൾഡ് ഒരുപാട് ബ്രാൻഡിന് ഞാൻ ചെയ്തിട്ടുണ്ട്. നാഷണൽ ബ്രാൻഡുകളാണ് എല്ലാം ഞാൻ ചെയ്യുന്നത്. ഇത് ഒരുപാട് സെലിബ്രിറ്റീസ് ചെയ്യുന്നതാണ്. തമിഴ്നാട്ടിൽ ചെയ്യുന്നുണ്ട്, അമിതാഭ് ബച്ചൻ ചെയ്യുന്നുണ്ട്, ടൈഗർ വുഡ്. അല്ല, അതൊന്നും കാര്യമല്ല മോഹൻലാൽ ചെയ്യാൻ പാടില്ല. കാരണം അതെന്തുകൊണ്ടാണ്? മോഹൻലാൽ നമ്മൾക്ക് ടെഡി വുഡ്സും അമിതാഭ് ബച്ചനും മാതൃകയാകരുത്. മോഹൻലാലിന്റെ സംസ്കാരം മോഹൻലാലിനോട് എന്ത് പറയുന്നു? ഈ രാജ്യത്തുള്ള സാധാരണ ജനങ്ങളുടെ ദൃശ്യ കലാബോധത്തെ തൃപ്തിപ്പെടുത്തിയതുകൊണ്ട് അവർ കൊടുത്തിരിക്കുന്ന ഒരു ഉന്നതമായ കലാസ്ഥാനം, ആ സ്ഥാനത്തെ വെറും കച്ചവടത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് ശരിയാണെന്ന് മനസാക്ഷി പറയുന്നുണ്ടോ? അതാണ് ചോദ്യം. മലബാർ ഗോൾഡിന്റെ പരസ്യം ചെയ്യുന്നതുകൊണ്ട് യുവജനങ്ങൾ വഴിതെറ്റുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ മലബാർ ഗോൾഡ് എന്നും പറഞ്ഞിട്ട് ഇയാൾ നിൽക്കുമ്പോൾ ഒരു യുവതി സുന്ദരി വരും. ആരാ? ഹേമമാലിനി. ഓർമ്മയുണ്ടോ? ഹേമമാലിനി വരുമ്പോൾ ഈ ആഭരണം ഇവിടെയാണ്. അപ്പോൾ ഇയാൾ നെഞ്ചത്ത് തന്നെ നോക്കിയിട്ട് കലക്കിയിട്ടുണ്ട് എന്ന് പറയും. 20 കൊല്ലം മുമ്പാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞതിന് ഈ പെണ്ണിന് ഒരു സഹോദരനുണ്ടെങ്കിൽ അവൻ അടിക്കും, അവന് യാതൊരു സംശയമില്ല, കലക്കിയിട്ടുണ്ടെന്ന്. അപ്പോൾ എന്താണെന്ന് അവൾ അതിനപ്പുറത്ത്. പിന്നെ അദ്ദേഹം എന്തൊക്കെയാണ് പറയുന്നത്? ഇയാളുടെ വിഗ് ആരെങ്കിലും അത് മുഖംമൂടിയാണ്, അത് വലിച്ചാൽ അയാൾ കങ്കാളമാണ്, വെറും അസ്ഥിപഞ്ചരം. നമ്മുടെ കാര്യമല്ല. ഈ പെൺകുട്ടികളും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഇയാളുടെ നല്ല തലമുടിയാണെന്നാണ്. ആ പെൺപിള്ളരെങ്കിലും സത്യം അറിയിക്കാൻ വേണ്ടി ഞാനിത് അവസരം ഉപയോഗിച്ചത്. ഇതൊക്കെയാണ് അഴീക്കോടിന്റെ നല്ല മനസ്സല്ല എന്ന് പറയുന്നത്. സാർ കാര്യം മനസ്സിലാക്കണം, വെറുതെ ഞങ്ങളുടെ മേലെ കുതിര കയറാൻ പാടില്ല. എനിക്ക് തലമുടി കുറവായിരിക്കും, പക്ഷേ ഇത് എന്റെ തലമുടിയാണ്, ഷോപ്പിൽ നിന്ന് വാങ്ങിയ തലമുടിയല്ല ഇത്. ഇവിടെ നിങ്ങൾ പിടിച്ച് വലിച്ച ഞാൻ അങ്ങേക്ക് പറ്റിയൊരു ഇരയല്ല. അത് ഈ രീതിയിൽ സുന്ദരനാകണമെന്ന് വെച്ചാൽ എനിക്കും സാധിക്കും സുന്ദരനാകാൻ.